So welcome back to the channel. So നമുക്ക് നെക്സ്റ്റ് ഇനി മൊഡ്യൂൾ 5 ടോപ്പിക്കാണ് ഗ്രാഫ് കളറിംഗ്. സോ എന്താണ് ഗ്രാഫ് കളറിംഗ് നോക്കാം. ഗ്രാഫ് കളറിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് കളേഴ്സ് ടു ദ വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിൻ്റെ വെർട്ടിസസിനെ കളറിംഗ് ചെയ്യുക, ആ കളർ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. such that no two adjacent vertices of it can assign the same color. പക്ഷേ ഗ്രാഫ് കളറിംഗിൻ്റെ കണ്ടീഷൻ ഇതാണ്, അതായത് ടു അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടിസസിന് സെയിം കളർ വരാൻ പാടില്ല, ഡിഫറെൻറ്റ് കളർ ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. സോ ഒന്നും കൂടെ പറയാം, ഗ്രാഫ് കളറിംഗ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് കളേഴ്സ് ടു ദ വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിൻ്റെ വെർട്ടിസസിന് കളർ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, നോ ടു അഡ്ജസ്റ്റൻ്റ് വെർട്ടിസസ് ഹാവ് ദ സെയിം കളർ. ഗ്രാഫ് കളറിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് വെർട്ടെക്സ് കളറിംഗ്. ഗ്രാഫ് കളറിംഗിനെ ഓൾസോ പറയുന്നത് വെർട്ടെക്സ് കളറിംഗ് എന്നാണ്. It ensures that there exists no edge in the graph whose end vertices are colored with the same color. സെയിം കളർ വെച്ച് അഡ്ജസൻ്റ് ആയിട്ട് നോ എഡ്ജ് ആ ഒരു ഗ്രാഫിൽ ഇല്ല എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, such a graph is called a properly colored graph. അങ്ങനെ നമ്മൾ എൻഷുർ ചെയ്യുന്നത് that there exists no edge in the graph whose end vertices are colored with the same color. സെയിം കളർ കൊണ്ട് എഡ്ജ് വെർട്ടിസസിനെ കളർ ചെയ്തിട്ടായിട്ടുള്ള ഗ്രാഫ് ഇല്ല എന്ന് എൻഷുർ ചെയ്തിട്ടുള്ള ഗ്രാഫുകളെ പറയുന്ന പേരാണ് പ്രോപ്പർലി കളേർഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. ഈ തന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാഫ് കളർ ചെയ്തതാണ്, കണ്ടോ? ഇവിടുത്തെ അഡ്ജസൻ്റ് വെർട്ടിസ് എല്ലാം ഡിഫറെൻറ്റ് കളർ അല്ലേ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, പലതും ഡിഫറെൻറ്റ് കളേഴ്സ് ആണല്ലേ. ഇൻ ദിസ് ഗ്രാഫ് നോ ടു അഡ്ജസൻ്റ് വെർട്ടിസസ് ആർ കളേർഡ് വിത്ത് ദ സെയിം കളർ, therefore it is properly colored. സോ ഈ ഒരു ഗ്രാഫിൽ അഡ്ജസൻ്റ് കളേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ, അഡ്ജസൻ്റ് വെർട്ടിസസ് ഒക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം, പ്രോപ്പർലി കളേർഡ് ഗ്രാഫ് എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രോമാറ്റിക് നമ്പർ. എന്താണ് ഈ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ? ക്രോമാറ്റിക് നമ്പർ ഈസ് ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് റിക്വയർഡ് ടു പ്രോപ്പർലി കളർ എനി ഗ്രാഫ്. ഒരു ഗ്രാഫിനെ പ്രോപ്പർലി കളർ ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് കളറിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. or it can be defined as the minimum number of colors required to color any graph. ഒരു ഗ്രാഫിനെ എത്ര കളർ, അതായത് മിനിമം നമ്പർ ഓഫ് കളേഴ്സ് എത്ര കളർ വേണം ഒരു ഗ്രാഫ് കളർ ചെയ്യാൻ, അതിൻ്റെ ആ മിനിമം കൗണ്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്, ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. such that no two adjacent vertices of it can assign the same color. അതിലും കണ്ടീഷൻ ഉണ്ട്, അഡ്ജസൻ്റ് വെർട്ടിസസിന് എന്ത് വരാൻ പാടില്ല, സെയിം കളർ വരാൻ പാടില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നോക്കി, ഈ ഒരു ഗ്രാഫിലെ ക്രോമാറ്റിക് നമ്പർ നോക്കിയേ. ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻ്റ് ബ്ലൂ ആണ്, എൻ്റെ തൊട്ടടുത്ത് ഓറഞ്ച്, അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്. അടുത്തടുത്തുള്ള കളേഴ്സിന് എന്ത് വരും, സെയിം കളർ. സോ ഇതെന്താണ്, ഒരു പ്രോപ്പർലി കളർഡ് ഗ്രാഫാണ്. അത് മാത്രമല്ല ഇവിടുത്തെ ക്രോമാറ്റിക് നമ്പർ എത്ര കളർ യൂസ് ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ടോട്ടൽ ക്രോമാറ്റിക് നമ്പർ ഈക്വൽ ടു 3. ഓക്കെ അല്ലേ? Okay. Next, chromatic number of graphs. Chromatic number of some common types of graphs are as follows. Cycle graph. നോക്കൂ, a simple graph of n vertices and n edges forming a cycle of length n is called a cycle graph. ഒരു n vertices ഉള്ള, അത് n greater than or equal to 3 ഉള്ള n edges ഫോം ചെയ്ത് ലെങ്ത് n ഉള്ള ഒരു ഗ്രാഫിനെ, സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ സൈക്കിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. In a cycle graph, all the vertices are of degree 2. എല്ലാ vertices എന്തായിരിക്കും, ഡിഗ്രി 2 ആയിരിക്കും. കാരണം n greater than or equal to 3 എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ക്രോമാറ്റിക് നമ്പർ നോക്കിക്കോ, ഇവിടുത്തെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു നമ്പർ ഓഫ് വെർട്ടിസസിൻ്റെ സൈക്കിൾ ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടിസസ് ഈവൻ ആണെങ്കിൽ അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ ഈക്വൽ ടു 2 ആയിരിക്കും. ഇപ്പോൾ ആ സൈക്കിൾ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഡ് ആണെങ്കിൽ അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ എത്ര ആയിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു സൈക്കിൾ ഗ്രാഫാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 വെർട്ടിസസ് ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനെയാണ് സൈക്കിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് ഏത് പറയാം, ട്രയാങ്കിൾ തൊട്ട് എന്തായിരിക്കും ഒരു സൈക്കിൾ ഗ്രാഫ്, ബാക്കി അങ്ങോട്ട് ട്രയാങ്കിൾ ആവും, സ്ക്വയർ, പെൻറ്റഗൺ, ഇതൊക്കെ എന്താണ്, സൈക്കിൾ ഗ്രാഫാണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി, ട്രയാങ്കിൾ. ഇവിടെ എത്ര എത്ര വെർട്ടിസസ് ഉണ്ട്, 3 ഉണ്ടല്ലേ. സോ 3 വെർട്ടിസസ് ആണെങ്കിൽ എന്താണ്, ഓടാണ്. അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എത്രയെന്ന് പറഞ്ഞു, 3 അല്ലേ. അടുത്ത 4 ഉള്ള സ്ക്വയർ, 4 വെർട്ടിസസ് ഉള്ള സ്ക്വയർ ആണ്. സ്ക്വയർ എന്താണ്, ഈവൻ ആണോ ഓടാണോ, ഈവൻ ആണെങ്കിൽ ഇവിടുത്തെ ക്രോമാറ്റിക് നമ്പർ 2, കണ്ടോ, ഈക്വൽ ടു 2 കളറിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത്
അടുത്ത ഫിഗർ ഇവിടുത്തെ ഒരു പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡ് നമ്പറാണ് 5 എന്ന് പറഞ്ഞ വെർട്ടിസസ്. സോ അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. കണ്ടില്ലേ? മെറൂൺ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, യെല്ലോ ഉണ്ട്. 3 കളർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ക്രോമാറ്റിക് നമ്പർ ഓഫ് സൈക്കിൾ ഗ്രാഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്ലാനാർ ഗ്രാഫിൻ്റെ. പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രാഫ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് നൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് അക്രോസ് ഈച്ച് അതർ. ഒരു എഡ്ജ്, അതായത് ഒരു പ്ലാനർ ഗ്രാഫ് എന്ന് പറയുന്നത് പ്ലെയിനിൽ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. അതിൽ എഡ്ജസ് എന്ത് ചെയ്യില്ല? ക്രോസ് ഓവർ ചെയ്യത്തില്ല. അങ്ങനത്തെ ഗ്രാഫാണ് പ്ലാനർ ഗ്രാഫ് എന്ന് പറയുന്നത്. അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോ. ഓൾ ദി എബോവ് സൈക്കിൾ ഗ്രാഫ്സ് ആർ ഓൾസോ പ്ലാനാർ ഗ്രാഫാണ്. മുകളിൽ കാണിച്ചില്ലേ, നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഇതെല്ലാം എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ഗ്രാഫ്. A complete graph is a graph in which every two distinct vertices are joined by exactly one edge. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന ഏതൊക്കെ രണ്ട് ഡിസ്റ്റിങ് വെർട്ടിസസ് അതെല്ലാം കംപ്ലീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി എന്ത് ചെയ്യണം? ഒരു എഡ്ജ് വെച്ചെങ്കിലും ജോയിൻ്റ് ആയിരിക്കണം. എക്സാക്ട്ലി 1 എഡ്ജ് ഉണ്ടെങ്കിലും ജോയിൻ്റ് ആവുന്നതിനാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇൻ ദ കംപ്ലീറ്റ് ഗ്രാഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് കണക്റ്റഡ് വിത്ത് എവറി അതർ വെർട്ടെക്സ്. ഈ എല്ലാ വെർട്ടെക്സും എവറി അതർ വെർട്ടെക്സുമായിട്ട് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. സോ ടു പ്രോപ്പർലി കളർ ഇറ്റ് ആസ് മെനി ഡിഫറെൻറ്റ് കളേഴ്സ് ആർ നീഡഡ് ആസ് ദർ ആർ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ദ ഗിവൺ ഗ്രാഫ്. അതായത് സപ്പോസ് എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടിസസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ദ ക്രോമാറ്റിക് നമ്പർ ഓഫ് എനി കംപ്ലീറ്റ് ഗ്രാഫ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ ദാറ്റ് ഗ്രാഫ്. ആ ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടിസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ. ഓക്കെ അല്ലേ? എക്സാമ്പിൾ നോക്കിക്കോ. കംപ്ലീറ്റ് ഗ്രാഫ് കണ്ടോ? പ്ലാനാർ ഗ്രാഫ് പോലെ പ്ലാനാർ ഗ്രാഫിൽ എഡ്ജസ് ക്രോസ് ഓവർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. ഒരു വെർട്ടെക്സിൽ നിന്ന് എല്ലാ വെർട്ടെക്സിലോട്ട് എന്ത് വേണം? കണക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ഒരു എത്ര വെർട്ടിസസ് ഉണ്ട് അതിന് ഈക്വൽ ആയിരിക്കും ക്രോമാറ്റിക്. നമ്മളിവിടെ ഈ സ്ക്വയറിൽ എത്ര വെർട്ടിസസ് ഉണ്ട്? 4 ഉണ്ട്. സോ ക്രോമാറ്റിക് നമ്പർ 4. ഇവിടെ ആണെങ്കിൽ 5 ഉണ്ട്. സോ ക്രോമാറ്റിക് നമ്പർ ഈക്വൽ ടു 5. മനസ്സിലായോ? നെക്സ്റ്റ് ക്രോമാറ്റിക് നമ്പർ ഓഫ് ഗ്രാഫിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. സോ എന്താണ് ഒരു ബൈപാർട്ടൈറ്റ് ഗ്രാഫ്? Bipartite graph consists of two sets of vertices x and y. So bipartite ഗ്രാഫിൽ 2 സെറ്റ് ഓഫ് വെർട്ടിസസ് ആയിരിക്കും എക്സും വൈയും. The edges only join vertices in x to vertices in y, not vertices within a set. സെറ്റിൻ്റെ അകത്തുള്ള വെർട്ടിസസ് തമ്മിൽ എന്ത് കാണത്തില്ല? കണക്ഷൻ കാണില്ല. എഡ്ജസ് ആരെ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ? എക്സ് ടു ദ വെർട്ടിസസ് ഇൻ വൈ. ഓക്കെ, അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ ഓഫ് എനി ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ഈക്വൽ ടു എപ്പോഴും എത്ര ആയിരിക്കും? 2 ആയിരിക്കും. എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നോക്കിയേ. ഇത് x y എന്ന് പറഞ്ഞ 2 സെറ്റാണ്. ഓക്കെ, അപ്പം ഈ എക്സ് എന്ന് പറയുന്നില്ല, ഇവിടെ ആർക്ക് മാത്രമേ കണ്ടുള്ളൂ? y ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. കണ്ടോ? അപ്പോൾ അവിടെ എന്തേ ഉള്ളൂ? 2 മാത്രമേ കാണുള്ളൂ. ക്രോമാറ്റിക് നമ്പർ 2 കളർ പോരെ? 2 സെറ്റ്സ് ഓഫ് വെർട്ടിസസേ കാണുള്ളൂ, എക്സും വൈയും. ഓക്കെ, അങ്ങനത്തെ ഗ്രാഫാണ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ 2 ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ഗ്രാഫ് കളറിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ ക്രോമാറ്റിക് നമ്പറും ആ ഒരു ഗ്രാഫിൻ്റെ ടൈപ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് നമ്മൾ പഠിച്ചില്ലേ, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻ.